So coming to the objectives of clinical teaching, we were discussing about various objectives. Now let's see the next one, which is to develop professional accountability. So being responsible for own actions, that is known as accountability. സോ ഈ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ക്ലിനിക്കൽ ടീച്ചിങ് വഴിയാണ്. അക്വയർ കമ്മിറ്റ്മെൻറ്റ് ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. സോ പ്രൊഫഷണലി അല്ലെങ്കിൽ നഴ്സിംഗ് കോമ്പീറ്റൻസീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ടും ഉപകാരപ്പെടുന്നത് ഈ ഒരു ക്ലിനിക്കൽ ടീച്ചിങ് വഴിയാണ്. So these were the different objectives of clinical teaching. Let's see once more. Understanding health, illness and healthcare system. Developing an awareness of own attitudes, values and responses to health and illness. Understanding of interrelated roles of healthcare team. Developing clinical competencies like reasoning, psychomotor, interpersonal and communication skills. Creating an ability to provide a scientific rationale for interventions. Developing ability to process, record and use data effectively. Developing ability to evaluate critically and improve on performance. Develop professional accountability and acquire commitment to develop and maintain professional competencies. Now let's see the various principles of clinical teaching. So the first principle is clinical teaching is vital and irreversible component in preparing nursing students for professional practice. So nursing students and nursing സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നഴ്സിംഗ് പഠിപ്പിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടീച്ചിങ് മെത്തേഡാണ്. The next principle is clinical education should reflect the nature of professional practice. So professional practice അല്ലെങ്കിൽ നഴ്സിംഗ് പ്രാക്ടീസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ക്ലിനിക്കൽ എഡ്യൂക്കേഷനെ നമ്മൾ ഒന്ന് ഫ്രെയിം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിക്ക് എങ്ങനെയാണ് ഒരു നേഴ്സായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാവണം. Clinical education should assist the nursing students to acquire critical thinking, problem solving abilities and psychomotor abilities which are essential for nursing practice. So nursing practice-ന് അത്യാവശ്യമായ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ വേരിയസ് സൈക്കോമോട്ടർ എബിലിറ്റീസ് ഇതെല്ലാം ഈ ഒരു ക്ലിനിക്കൽ ടീച്ചിങ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അക്വയർ ചെയ്യാൻ കുട്ടികളെ പ്രിപ്പയർ ചെയ്യണം. Clinical teaching is important than classroom teaching. So unlike clinical teaching, classroom teaching, it doesn't provide an opportunity to transfer knowledge to practical situations and provide real life experiences. ഈ രണ്ട് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലിനിക്കൽ ടീച്ചിങ് and that's why clinical teaching is considered more important than classroom teaching. Nursing students in the clinical setting is a learner and not a nurse. ഇതാണ് പലപ്പോഴും എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം. സോ ക്ലിനിക്കൽ ഏരിയയിൽ ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലെ സ്റ്റാഫ് നഴ്സസിനും അതുപോലെ തന്നെ അവിടുത്തെ പേഷ്യൻസും ഒക്കെ കൺസിഡർ ചെയ്യുന്നത് ഇവരൊരു നേഴ്സായിട്ട് ഫങ്ഷൻ ചെയ്യണം അല്ലേ. സ്റ്റാഫ് നഴ്സ് ആകുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം, കുട്ടികൾ വാർഡിലെ എല്ലാ പണിയും ചെയ്യണം. പേഷ്യൻസിൻ്റെ സൈഡിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്ഷനോട് ചെയ്യണം. ഇതാണ് എല്ലാവരും നഴ്സിംഗ് സ്റ്റുഡൻസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് വെയർ എ കോൺഫ്ലിക്റ്റ് അറൈസസ് അല്ലേ. നമ്മൾക്ക് പലപ്പോഴും അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് നഴ്സിംഗ് സ്റ്റുഡൻസിന് പറ്റുണ്ടാവില്ല. പിന്നെ അവർ ചെല്ലുന്നത് പല കാര്യങ്ങളും പഠിക്കാനാണ്. ആ ഒരു ഒബ്ജക്റ്റീവ് അവിടെ മീറ്റ് ചെയ്തെന്ന് വരില്ല. വെൻ സച്ച് എക്സ്പെക്റ്റേഷൻസ് ആർ കെപ്റ്റ്. പലപ്പോഴും പേഷ്യൻസ് വഴക്കുണ്ടാകും, ഈ കുട്ടി ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലേ, ചെയ്തിട്ടാണ് പഠിക്കുക എന്ന് ആരും വിചാരിക്കില്ല. അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അവരും ശരിയാണ്. ബട്ട് this should be taken care of. Nursing students should never be considered as a nurse, rather than they should be considered as a learner in the clinical area.
Sufficient learning time must be provided before performance is evaluated. ഇത് ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നും പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്. റീഡെമോ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുമ്പേ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ആ സ്കില്ലിനെ അക്വയർ ചെയ്യാനും കുട്ടികൾക്ക് പറ്റുള്ളൂ. Clinical teaching must be always supported by a climate of mutual trust and respect. സോ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും അവരുടെ മേളിൽ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിഗ്നിറ്റിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം ടീച്ചർ ആ ഒരു ക്ലിനിക്കൽ ടീച്ചിങ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അതർവൈസ് ദർ മേ അറൈസ് ഡിഫറെൻറ്റ് കോൺഫ്ലിക്ട്സ്. Clinical teaching and learning must focus on essential knowledge, skills and attitudes. സോ ക്ലിനിക്കൽ ഏരിയയിൽ തിയറിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. റാദർ ദാൻ ക്ലിനിക്കൽ ഏരിയയിൽ നമ്മൾക്ക് വേണ്ട വേരിയസ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്, നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇതിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. സോ എന്തോരം പണി ചെയ്യുന്നു എന്നതിൽ ഒരു കാര്യമില്ല, പക്ഷേ എത്ര നീറ്റായിട്ട് ഒരു പണി ചെയ്യുന്നു ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. സോ വി ഷുഡ് ഓൾവേസ് കൺസിഡർ ദ ക്വാളിറ്റി റാദർ ദാൻ ദ ക്വാണ്ടിറ്റി. സോ ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഒക്കെ ഇടയ്ക്ക് ഒരു നേഴ്സായിരിക്കും വാർഡിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഊട്ടി നടന്ന് ചെയ്യുന്നത് ഒരു നേഴ്സായിരിക്കും. അതേസമയം വേറൊരു നേഴ്സ് എല്ലാ പേഷ്യൻസുമായിട്ടൊന്നും മയത്തിൽ ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ബേസിക് കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചെന്ന് വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ പേഷ്യൻസ് എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുക? ആ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കീപ്പ് ചെയ്ത നേഴ്സിന് ചിലപ്പോൾ റേറ്റിംഗ് ഭയങ്കര ഹൈ ആയിരിക്കും. അതേസമയം ഓടി നടന്ന് പണി മാത്രം ചെയ്ത ആൾ ചിലപ്പോൾ റെക്കഗ്നൈസ്ഡ് ആയെന്ന് വരില്ല. സോ ദാറ്റ് ഈസ് വേർ യു ഹാവ് ടു കീപ്പ് ഓൺ ദ ക്വാളിറ്റി. ചെയ്യുന്ന കാര്യത്തിൽ ക്വാളിറ്റിയും കൂടെ കീപ്പ് ചെയ്യണം. അൺലെസ് ആൻഡ് അൺടിൽ യുവർ വർക്ക് വോണ്ട് ബി അപ്രീഷിയേറ്റഡ്. Nursing students may experience stress and anxiety in the clinical teaching situations. സോ ഈ ക്ലിനിക്കൽ ടീച്ചിങ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്ലാസ് റൂമിൽ നിന്നും ഒരു ക്ലിനിക്കൽ ഏരിയയിലേക്ക് പോകുമ്പോൾ സ്റ്റുഡൻസ് വിൽ ഹാവ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അല്ലേ, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ ആ ചോര കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വൂണ്ടൊക്കെ കാണുമ്പോൾ പേടിയും ആങ്സൈറ്റിയും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടായെന്ന് വരും. സോ ഈ പേടീനെയും ആങ്സൈറ്റീനെയും ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് അതിനെ ഒന്ന് കാം ഡൗൺ ചെയ്തിട്ട് വേണം ഈ ഒരു ക്ലിനിക്കൽ ടീച്ചിങ്ങിൽ ടീച്ചേഴ്സ് കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട്. So these were the principles of clinical teaching. Now let's see once more. The first principle was clinical teaching as a vital and irreplaceable component in preparing nursing students. Clinical education should reflect the nature of professional practice. Clinical teaching is important than classroom teaching. Nursing students in the clinical teaching is a learner and not a nurse. Sufficient learning time must be provided before performance is evaluated. Clinical teaching must be always supported by a climate of mutual trust and respect. Clinical teaching and learning must focus on essential knowledge, skills and attitudes. Quality is more important rather than quantity. Nursing students may experience stress and anxiety in the clinical teaching situations. Now let's see what are the different methods which are involved in clinical teaching. So the different methods are bedside clinics, nursing rounds and reports, nursing care conferences, demonstration, nursing care studies, process recording, laboratory method, nursing assignment and field trip. So these are the different methods employed in clinical teaching. Let's see one by one. Some of the methods we have already seen. The other methods will be seen one by one.